നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിനക്ക് ഞാൻ വാരിത്തരട്ടെ. അമ്മയ്ക്കാണോ? അമ്മയ്ക്ക് തരാതെ പിന്നെ ഞാൻ ആർക്ക് തരാൻ? അങ്ങനെ അമ്മയ്ക്കും തന്നു. അങ്ങനെ പറഞ്ഞൊന്നും പറ്റില്ല. വന്നേ, അമ്മയുടെ പേര് മാറ്റിട്ട് എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്താന്നാ നോക്കടാ, ഇവളെന്നെ പേടിപ്പിക്കാൻ ഓരോ പണി ഒപ്പിക്കുക. ഞാൻ അങ്ങോട്ട് മാറി നിന്നോളാം. അവള് ചേട്ടന് വേണ്ടി ടെറസിൽ കാത്തിരിക്കാം. പോയി സംസാരിക്കാം. എടാ, നീ എങ്ങോട്ട് പോവാ? എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്. അമ്മ ഇങ്ങോട്ട് വന്നേ. വാ. എടാ, ഒന്ന് പറയടാ. അമ്മയുടെ പേടിയൊക്കെ ഇവള് മാറ്റിത്തരും. എടി കാന്താരി, മൊത്തം പടക്കവും അമ്മയെ കൊണ്ട് പിടിച്ചോ. അയ്യോ, വേണ്ട വേണ്ട. എടി വിട്. പിടിക്ക്. വേണ്ട. പിടിക്കാൻ. അയ്യോ, എനിക്ക് പേടി. ഈ സാരിയും കമ്മലും പ്രിയഞ്ചേട്ടൻ തന്നെ വാങ്ങി തന്നതാ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. രാവിലെ കണ്ടപ്പോഴേ പറയണമെന്ന് കരുതിയതാ. പ്രിയഞ്ചേട്ടനും മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് കല്യാണ ചെക്കനെ പോലെ ഉണ്ട്. അല്ല, അപ്പൊ രാവിലെ മുതല് ഈ സാരിയുടെ മീതെയാണോ ബുർക്ക ധരിച്ചത്? അതെ. വിഷുവായിട്ട് പ്രിയഞ്ചേട്ടൻ എന്ന കോടി ഒടുക്കാതിരിക്കുന്ന ശരിയല്ലല്ലോ. അല്ല, ഞങ്ങളുടെ വീട്ടിലെ വിഷു ഇഷ്ടപ്പെട്ടോ? ഒരുപാട്. വിഷു മാത്രല്ല, എനിക്ക് ഈ കുടുംബത്തെ മുഴുവനും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് സംശയമൊന്നും വരാതെ ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ചെലവഴിക്കാൻ പറ്റുന്ന ഞാൻ പ്രതീക്ഷിച്ചേയില്ല. എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലേ. താൻ ബുർഖയിട്ടിട്ട് വന്നപ്പോ പെട്ടുപോവല്ലോ എന്ന് പേടിച്ച് കയ്യും കാലും വിറയ്ക്കായിരുന്നു. പക്ഷെ താൻ ആള് കൊള്ളാം. എന്റെ അമ്മയെ കൊണ്ട് തന്നെ പാറുവിന് കൈപുണ്യമുണ്ടെന്ന് പറയിപ്പിച്ചില്ലേ? ഈ പാറു ആള് ചില്ലറക്കാരിയല്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഉവ്വ്. അമ്മയെങ്ങാനും നിന്റെ ഈ മുഖം കണ്ടിരുന്നെങ്കിൽ കാണായിരുന്നു. എന്തു കാണാൻ? എനിക്കാരെയും പേടിയൊന്നുമില്ല. ആണോ? അയ്യോ അമ്മ. എവിടെ എവിടെ എവിടെ?
ഹലോ. ആരെയും പേടിയില്ലെന്ന് പറഞ്ഞിട്ട് എന്നാലേ താഴെ പോയി പടക്കം പിടിച്ചാലോ? അയ്യോ, പടക്കം പൊട്ടിക്കാൻ എനിക്ക് പേടിയാ. അതാ ഈ മത്താപ്പും മേശവിളക്കും ഒക്കെ കത്തിച്ച്. ശരി, മേശ വിളക്ക് കത്തിക്കാം. ഹായ് ആൻറ്റി. ഹായ്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു മോനെ. ഹാപ്പി വിഷു മോളെ. ഹാപ്പി വിഷു. അല്ല, പ്രിയനെ കാണാനില്ലല്ലോ. ചേട്ടൻ ടെറസിലുണ്ട്. മോനകത്ത് നിന്നിരുന്നോ, ഞാൻ വിളിക്കാം. ഏയ് വേണ്ട ആൻറ്റി, ഞാൻ തന്നെ പോയി കണ്ടോളാം. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ശരി. ശരി.